പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന അവിശ്വസനീയമായ കാഴ്ചകൾ വെറും സാധാരണ ടീഷർട്ടുകളിലൂടെ ഇന്നത്തെ തലമുറയുടെ മുൻപിൽ കലാകാരൻ അവതരിപ്പിക്കുമ്പോൾ കാണികൾ ഏറെ ഉൾഭയത്തോടെയാണ് ഈ കലാരൂപത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഭീകരമായ മനുഷ്യക്കടത്തലുകൾ ഇന്ന് ഇവിടെ ഈ ടീഷർട്ടുകളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. "119 Deeds for Sale" എന്നാണ് ഈ വർക്കിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ 2 വർക്കാണ് വില്യംസൺ ഇവിടെ ഈ ബിനാലയ്ക്ക് വേണ്ടി ചെയ്യണം. ഒന്ന് "മെസ്സേജസ് ഫ്രം ദി അറ്റ്ലാന്റിക് പാസേജും" ഒന്ന് ഈ പറഞ്ഞ 119 Deeds for Sale എന്ന് പറഞ്ഞത്. രണ്ടും സ്ലേവ് ട്രേഡിനെ പറ്റിയിട്ട് തന്നെയുള്ളതാണ്. പക്ഷേ "മെസ്സേജസ് ഫ്രം ദി അറ്റ്ലാന്റിക് പാസേജ്" സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ലേവ് ട്രേഡാണ്. കാരണം അത് നമ്മളെല്ലാവരും ഹിസ്റ്ററി ബുക്കിലും മറ്റതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ വർക്കിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആണ് ആർട്ടിസ്റ്റിന് ഈ 119 Deeds for Sale എന്ന് പറഞ്ഞ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്. കാരണം ആ സമയത്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഡാറ്റാസ് ഇതിനെ പറ്റിയിട്ട് കിട്ടി. കാരണം ഈ ഡാറ്റാസ് സംസാരിക്കുന്നത് സ്ലേവ് ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക. അതായത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒത്തിരി സ്ലേവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മമായൊരു നിരീക്ഷണം പോലും വേണ്ടാതെ തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു കലാരൂപം എന്ന് പോലും പറയാൻ പറ്റുന്നില്ല, കല എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടീഷർട്ട്സ്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മുണ്ടുകളും ടീഷർട്ട്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിലെല്ലാത്തിലും ഇവിടെ അടിമക്കച്ചവടം ചെയ്യപ്പെട്ട ആളുകളുടെ ഏജ്, സെക്സ്, അതുകൂടാതെ അവരെ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇവയെ കൺസിഡർഡ് ആസ് ആനിമൽസ്, മൃഗങ്ങളെ വാങ്ങിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വാങ്ങിക്കുന്ന പോലെയാണ് ഇവിടെ അടിമകളെ വാങ്ങിച്ചിരുന്നത് എന്നുള്ളതാണ്. കുറച്ച് അധികം അധ്യായങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾക്കുള്ളിലേക്ക് വില്യംസൺ ഇതാ നിങ്ങൾക്ക് മുൻപിൽ വിശേഷിച്ചും ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട വിസ്മരിക്കപ്പെട്ട ചരിത്രങ്ങളിലേക്ക് അഥവാ അവഗണിക്കപ്പെട്ട ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ്. വില്യംസൺ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ഇംഗ്ലണ്ടിലായിരുന്നു ജനനം. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നത് ഫുള്ള് കറുത്ത വർഗ്ഗക്കാരുടെ അങ്ങനത്തെ അവരുടെ പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്യണത്. ഇത് സ്ലേവ് ട്രേഡിനെ പറ്റി അല്ലാണ്ട് അപ്പാർത്തൈഡിനെ പറ്റിയിട്ടും മറ്റുമൊക്കെ വലിയ വർക്കുകൾ ഈ ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1994 അപ്പാർത്തൈഡ് ഭരണം അവസാനിക്കുന്നതുവരെ നീളുന്ന ഒരു ചരിത്ര ദൂരമാണ് വില്യംസൺ ഇടപെട്ട ആ ഭൂതകാലം. ഒരിക്കലും ഈ ആക്സിഡൻ്റലായിട്ട് ഈ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആക്സിഡൻ്റലായിട്ട് ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത്. സംസാരിക്കേണ്ടപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു എവിടെ നിന്നാണ്, എന്താണ് ഈ ആർട്ട് വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. അപ്പോൾ പറഞ്ഞു "ഐ ആം ദാറ്റ് ഇന്ത്യൻ" എന്ന് പറഞ്ഞിട്ടാണ് അയാളെ സംസാരിച്ചു തുടങ്ങിയത്. അയാൾ കുറച്ച് സൗത്ത് ആഫ്രിക്കൻ ആക്സെൻറ്റിൽ സംസാരിച്ചു. "ഐ ആം ദാറ്റ് ഇന്ത്യൻ" എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ ഗ്രാൻഡ് ഫാദേഴ്സിനെ ഈ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ 1600-കളിൽ കൊണ്ടുപോയതല്ല കേട്ടോ. 1600-കളിൽ കഴിഞ്ഞ് പിന്നെ 19-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ 1866 വരെയും ആ ലീഗൽ സ്ലേവ് ട്രേഡ് അവസാനിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഇല്ലീഗലായിട്ട് പിന്നെയും പോകണ്ടായിരുന്നു. ഇല്ലീഗലായിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുപോയ ആൾക്കാർ, അതായത് ഫോഴ്സ്ഡ് ഇൻറ്റൻഡഡ് ലേബർ അങ്ങനെയുള്ള പേരുകളിൽ സ്ലേവ് ട്രേഡ് എന്നുള്ള ആ പേര് മാറ്റി. പക്ഷേ ആളുകൾ കൊണ്ടുപോകും. പക്ഷേ ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ സ്ലേവ് പോലെ തന്നെയാണ്, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഉത്തര അപ്പാർത്തൈഡ് കാലഘട്ടത്തിൽ നടന്ന അനുരഞ്ജന പ്രക്രിയകളെ കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ സംഭവവികാസങ്ങളുടെ നിലവിൽ ലഭ്യമായ രേഖകളെ ഒരു തുടക്കമെന്ന നിലയിലാണ് വില്യംസൺ പരിഗണിക്കുന്നത്. നമുക്ക് ഈ ടീഷർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇതിനകത്ത് ആളുടെ പേര്, പ്ലേസ് ഓഫ് ബർത്ത്, ഏജ്, സെക്സ്, സെല്ലറിൻ്റെ ഡീറ്റെയിൽസ്, ബയറിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, എവിടെയാണ് വിറ്റത്, ഇത്തരം ഡീറ്റെയിൽസാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇത് ഭയങ്കര ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ പേരുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
പീറ്റർ എന്നും ഡേവിഡ് എന്നും ഒക്കെയുള്ള പേരുകൾ കാണും. ആ സമയത്ത് ഈ ക്രിസ്ത്യൻ നെയിംസ് എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്, ഈ കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ആ നെയിം വന്നതല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് അവിടെ കൊണ്ടുപോയ ആ ഓണേഴ്സ് അവർക്ക് വിളിക്കാൻ എളുപ്പത്തിലുള്ള ഒരു പേരിട്ട് കൊടുത്തതായിരിക്കാം ചിലപ്പോൾ. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ചെളി പിടിച്ച് കിടക്കുന്നത്, ആ ചെളി പിടിച്ച് കിടക്കുന്നതെല്ലാം ഈ പറഞ്ഞ നേരത്തെ ഞാൻ ഇതിന് മുന്നേത്തെ വർക്കിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ആൾക്കാരെ കാണിക്കാനായിട്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൈറ്റ് സ്പെസിഫിക് വർക്കാണ്. സൈറ്റ് സ്പെസിഫിക് വർക്ക് ഇവിടെ ബിനാലയിൽ പല വർക്കുകളുണ്ട് സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള. സൈറ്റ് സ്പെസിഫിക് ഈ സൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഇത് ഈ സൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള ആർട്ടിസ്റ്റ് ഇവിടുത്തെ ഈ സൈറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. 2017 സൂ വില്യംസൺ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു കണക്ഷനെ പറ്റിയിട്ടും കൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഈ വർക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. എഴുതപ്പെട്ട വിവരണങ്ങളെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടും പുതിയ വാചികമായ വിവരണങ്ങളെ ശേഖരിച്ചുകൊണ്ടുമുള്ള വില്യംസണിൻ്റെ രീതി വെളിപ്പെടുത്തലുകൾക്കും അവയുടെ വൈകാരിക സാന്ത്വനത്തിനും കലയ്ക്ക് എങ്ങനെ ഇടം നൽകാമെന്ന് വെളിപ്പെടുത്തുന്നു. കേരളത്തിൽ കാണാൻ കഴിയുന്നു, കേരളം പണ്ട് മുതലേ ആളുകൾ സഞ്ചാരികളായിരുന്നു. ഒത്തിരി ആൾക്കാർ ദുബായിലാണെങ്കിലും നമുക്കിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന മെജോറിറ്റി മലയാളികൾ തന്നെ. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് അന്നത്തെ കാലത്ത് അത് ചിലപ്പോൾ അത് അവരുടെ സമ്മതത്തോടു ആയിരിക്കും, ചിലപ്പോൾ സമ്മതത്തോടു അല്ലായിരിക്കാം. പക്ഷേ ഒരു പരിധിവരെ ആളുകൾ പോയിരുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതങ്ങൾ തേടി തന്നെയായിരുന്നു പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്ലേവ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല. സ്ലേവ് ട്രേഡ് എന്ന് പറയുമ്പോൾ ബലമായി പിടിച്ചുകൊണ്ട് പോകണം, അത് ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ സമ്മതത്തോടു കൂടി പോകണതും സമ്മതം ഇല്ലാതെ കൊണ്ടുപോകണതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ അതിനോട് ഇപ്പോൾ സമ്മതമല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ സ്ലേവ്സ് ആയിട്ട് കൊണ്ടുപോയി. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ റിലീസായിട്ട് അവിടെ നല്ല ലൈഫ് സ്റ്റൈലായി. അന്നത്തെ കാലത്ത് അവരുടെ പൂർവികർ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന പലരും സ്ലേവ് ട്രേഡായിട്ട് കൊണ്ടുപോയിട്ട് നിന്നിട്ട് അവരുടെ പൂർവികർ അവർ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽസാണ് കാണാൻ കഴിയും. 2017 കൊച്ചി സന്ദർശിച്ചപ്പോൾ കൊച്ചിയുടെയും സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലെയും കൊളോണിയൽ ചരിത്ര സാമ്യതകൾ വില്യംസൺ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് അവരുടെ 119 ഡീഡ്സ് ഓഫ് സെയിൽ എന്ന രചന. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ശേഷം വില്യംസൺ കേപ്പ് ടൗണിലെ ആധാരം ഓഫീസിൽ നിന്ന് 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ എസ്റ്റേറ്റുകളിലും തോട്ടങ്ങളിലും പണിയെടുപ്പിക്കുവാനായി ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ അടിമത്തത്തെക്കുറിച്ചുള്ള കൈമാറ്റ രേഖകൾ കണ്ടെടുക്കുകയുണ്ടായി. ഈ ആവിഷ്കാരത്തിലൂടെ തൻ്റെ മാതൃനഗരവും കൊച്ചിയും തമ്മിലുള്ള ചരിത്രത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട ബന്ധം കലാകാരി ഓർത്തെടുക്കുന്നുണ്ട്. ഇന്ത്യൻ തൊഴിലാളി വർഗം പരമ്പരാഗതമായി നെയ്തെടുത്ത ലിനൻ വസ്ത്രങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. ആ വസ്ത്രങ്ങളിൽ ഈ അടിമകളെക്കുറിച്ചുള്ള ചെറുവിവരണങ്ങൾ, അവർക്ക് ഉടമകൾ നൽകിയിരുന്ന പേര്, അവരുടെ ലിംഗം, പ്രായം, ജനനസ്ഥലം എന്നിങ്ങനെ കയ്യെഴുത്തായി രേഖപ്പെടുത്തിയിട്ടു. ഇത് കാണാൻ കഴിയുന്ന ഈ ടീഷർട്ട്സാണ്. ഈ ടീഷർട്ട്സിൽ കുറേ ചെളിയുണ്ട്. കുറച്ച് സ്ഥലത്ത് ചെളിയുള്ള ടീഷർട്ട് ഉണ്ട്, കുറച്ച് സ്ഥലം ചെളി കളഞ്ഞിട്ട് അവിടെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടീഷർട്ടിലെല്ലാം കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഒരാളുടെ പേര്, വയസ്സ്, പിന്നെ എവിടെയാണ് അതിനെ വിറ്റത്, പിന്നെ എത്ര രൂപയ്ക്കാണ് വിറ്റത്, ഏത് കാലഘട്ടത്തിലാണത്, ഏത് ഇയറിലാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ ടീഷർട്ടിൽ കാണാം. ആ അടിമകൾ അനുഭവിച്ച അടിച്ചമർത്തലിനെയും അത്യധ്വാനത്തെയും പ്രതീകവൽക്കരിക്കാൻ ഈ വസ്ത്രങ്ങളെ കലാകാരി ഒരു ആചാരമെന്നോണം ഈ അടിമത്തത്തിൻ്റെ കേന്ദ്രമായ കേപ്പ് ടൗൺ കൊട്ടാരത്തിന് സമീപത്തുള്ള
ചെളിവെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. മഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുപ്പികളുടെ വർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി അതിനകത്ത് ആ മഡ് ഞാൻ പറഞ്ഞത് പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് എർത്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തത്. അന്നത്തെ കാലത്ത് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും കുറവാണ്, കൂടുതലും ഈ പറഞ്ഞ പ്ലാന്റേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ കാണിക്കാനായിട്ടാണ് അവിടെ ആ മഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ടീഷർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ടീഷർട്ട് എന്ന രീതിയിലാണ് അത് കാണിക്കുന്നത്. പ്രദർശന സമയത്തുടനീളം ഈ വസ്ത്രങ്ങൾ ഡച്ച് ഓഫീസർമാർ കൊളോണിയൽ കാലത്ത് പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്ന ഒരു പൊതു അലക്കുശാലയിൽ അലക്കിയെടുക്കുകയും അസ്പിൻവാൾ ഹൗസിൽ ഉണക്കാനായി വിരിക്കുകയും ചെയ്യും. ഈ ആവിഷ്കാരത്തിലൂടെ വില്യംസൺ ആ അടിമ മനുഷ്യർക്ക് വേണ്ടി മരണാനന്തര തിരിച്ചുവരവും പ്രതീകാത്മകമായ വീണ്ടെടുക്കലുമാണ് നടത്തുന്നത്. ഒരു മെറ്റഫോറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറ വരാൻ കാരണം, ഈ മഡ് എന്ന് പറഞ്ഞാൽ അതൊരു കറയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വരാൻ കാരണമായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കറ അവർ പിടിപ്പിച്ചതാണ്. ഈ ഇവിടുന്ന് വർക്ക് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയി, അതായത് ക്ലീൻ ആയിട്ടുള്ളവരായിരുന്നു നമ്മൾ. ഷർട്ട് എന്നുള്ള എലിമെൻറ്റ് വിട്ടേക്കും, നമ്മൾ ദേഹത്ത് ക്ലീൻ ആയിട്ടുള്ളൊരു ദേഹമുള്ള ഒരാൾ, അതിൻ്റെ പൊക്കത്ത് കുറേ കറ വന്നു. ആ കറ വന്ന് അവരവിടെ പെട്ട് കിടക്കുമായിരുന്നു. ആ കറ ഇവിടെ പണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപയോഗിച്ചിരുന്ന ആ ലോണ്ടറിയിൽ തന്നെ കൊണ്ടുവന്ന് കഴുകിയിട്ട് അതവിടെ ഉണക്കാനായിട്ട്. അപ്പോൾ ആ കറ ആർട്ടിസ്റ്റ് കഴുകിക്കളയാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപമിക്കാം. അവരുടെ നിർബന്ധിത കുടിയേറ്റത്തിൻ്റെ കഥകൾ ലോകത്തിലെങ്ങുമുള്ള പലരുടെയും വ്യക്തിഗത ചരിത്രങ്ങളോട് സംസാരിക്കുന്നു. ജേക്കബ് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ജനിച്ച് പിച്ചവെച്ച് നടന്ന് വളർന്ന് 12 വയസ്സായി കഴിഞ്ഞ ഒരു ആൺകുട്ടിയെ അവൻ്റെ വില നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു 40 രൂപ. 40 രൂപയ്ക്ക് അവൻ വിൽക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കും. നമ്മുടെ പൂർവികരെക്കുറിച്ചും അവർ അനുഭവിച്ച വേദനകളെക്കുറിച്ചുമൊന്നും അങ്ങനെ വലിയ വേദനകളോ അവരെക്കുറിച്ചുള്ള വലിയ ആലോചനകളോ ഒന്നുമില്ലാത്ത ഇന്നത്തെ നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തിന് ഇതൊരു വ്യത്യസ്ത കാഴ്ചയാണ്. കാണുമ്പോൾ കുറച്ച് ടീഷർട്ടുകൾ അലക്കി വിരിച്ചിരിക്കുന്നത് പോലെയുള്ള തോന്നലായി പലർക്കും തോന്നാം. എന്നാൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങൾ അത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, അത് മനസ്സിലായാൽ എത്രമാത്രം ഭീകരമായിരുന്നു നമ്മുടെ പൂർവികർ അനുഭവിച്ചത് എന്ന് ഞെട്ടലോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്യപൂർവ വിസ്മയ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുൻപിൽ സമ്മാനിച്ച് പുതുവിസ്മയങ്ങൾ തേടി ഞങ്ങൾ യാത്ര തുടരുകയാണ്.